സ്മൈൽ ഡോക്ടർ ന്യൂട്ടുവാണ്. സാധാരണ ഞാൻ സ്മൈൽ വെച്ചാൽ തുടങ്ങുന്നത് കാരണം ഞാനൊരു ഓൾട്ടർനേറ്റീവ് തെറാപ്പിസ്റ്റാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു ജോക്ക് എന്നുള്ളൊരു കാറ്റഗറിയിൽ നമ്മൾ സാധാരണ വിഷ് ചെയ്യണത് സ്മൈൽ വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും സ്മൈൽ മോർണിംഗ് എന്ന് തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംരംഭം, കാരണം ഇന്നത് വലിയൊരു ഹോസ്പിറ്റൽ കാര്യങ്ങളൊന്നുമല്ല, എന്നാൽ പോലും ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്കിൻ്റെ ഒരു ബാക്ക് ടു ബാലൻസ്. ഐ ബിലീവ് എവറി ഇംബാലൻസ് ഇസ് എ ഡിസീസ് ഓർ ഡിസോർഡർ. അപ്പോൾ അതിൽ നിന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാം, അതാണ് ബാക്ക് ടു ബാലൻസ്. ഞാൻ ബേസിക്കലി ഫ്രം ലക്ഷദ്വീപാണ്. ആന്ധ്രോത്ത് എന്ന് പറയുന്ന ദ്വീപിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ പഠിച്ചതൊക്കെ ഇവിടെയായിരുന്നു, സെൻറ്റ് ജോസഫിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു മേഖലയിലോട്ട് പോയത്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് കേരളത്തിൻ്റെ ഞാൻ പ്രൗഡാണ്, കേരളത്തിൻ്റെ മരുമകളാണ്. അപ്പോൾ പലരും ഇന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു കേരളത്തിൻ്റെ മരുമകൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മകളാണെന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ കേരളം എന്നും എൻ്റെ നെഞ്ചോട് ചേർക്കുന്നത് തന്നെയാണ് ഞാൻ. അതുപോലെ കലയെ ഒരുപാട് സ്നേഹിക്കുന്നു. കാരണം എൻ്റെ നാട്ടിൽ ഒരു തിയേറ്റർ പോലും ഇല്ല ഇപ്പോൾ. അപ്പോൾ ഇപ്പോഴും ഒരു തിയേറ്റർ ഇല്ലാത്ത ഒരു നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് അമേസിങ്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് കലയെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ, ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. പണ്ടത്തെ ഓരോ കാസറ്റ് ഉണ്ടാവും, മാവേലി കൊമ്പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, ആ കാസറ്റ് മേടിക്കാൻ വേണ്ടി ലക്ഷദ്വീപിൽ നിന്നും കേരളത്തിൽ വന്ന് കാസറ്റ് മേടിച്ചോണ്ട് പോകും. അത് കേൾക്കാനും ശബ്ദരേഖ കേൾക്കാനും അതിൻ്റെ ആസ്വദിക്കാനൊക്കെ ഉണ്ട്, ചെറിയ നമ്മുടെ ഓഡിയോ കാസറ്റ്. അപ്പൊ അത്തരം തരത്തിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് കല ആസ്വദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് കല ആസ്വദിക്കാൻ ഒരുപാട് വഴികൾ നമുക്കുണ്ട്. ഓരോ കലാകാരന്മാരും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്, കാരണം അവരുടെ കല എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പല കലാകാരന്മാരുടെയും യഥാർത്ഥ കലകൾ ശരിക്കും നമ്മൾ കണ്ടിട്ടില്ല, അതിനുള്ള ഓപ്പർച്യൂണിറ്റി പലർക്കും ഉണ്ടായിട്ടില്ല. അവരൊക്കെ ഒരുപാട് വേൾഡ് വൈഡിൽ പോകേണ്ട കലാകാരന്മാരാണ് ഈ ഇരിക്കുന്ന ഓരോരുത്തരും തന്നെ. അപ്പൊ ഈ സിനിമയിലൂടെ ആയാലും എല്ലാത്തിലും ആ ഒരു കല ഒരുപാട് ലോകം അറിയപ്പെടുന്ന കലാകാരന്മാരും കലാകാരികളും ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം വളരെ പ്രൗഡാണ് ഇത്രയും വലിയ ലെജൻഡേഴ്സിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതും. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ സിനിമയ്ക്കും നിങ്ങളുടെ കലാജീവിതത്തിനും. താങ്ക് യു സോ മച്ച്. Alright, before we start, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഇന്നിവിടെയുണ്ട്. So let's call them. First of all, I would like to welcome Major Ravi sir. Yes, വളരെയധികം സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിന്റെ സ്വന്തം മേജർ രവി. എല്ലാവർക്കും നല്ലൊരു കൈഡി കൊടുക്കുന്നുണ്ട് കേട്ടോ. It is really, really great. Shrikant Murali. Let's welcome Krishna. Artists over here. So to start with, let's welcome Shrikant. Ladies and gentlemen, please put your hands together and let's welcome Shrikant on the stage. And along Kara and Arati Nagpal. Arati Nagpal. Rasha Kurmani. Let's welcome Rasha Kurmani. Maruti Narayanan Swami. Yes, we have Maruti Narayanan Swami. Lakshmi Maya. Lakshmi. All right. At this moment, I think we should, move on with the. And few more people, Bichu, Anish and Mita. Bichu, Anish and Mita. Nimisha Bijoy. Jensen. And Suhail Sheikh. Let's welcome Pooshita and Joby also on the stage.
Good evening, ladies and gentlemen. Maricar Films, in association with Back to Back and Dr. Zarina, the production #1. I wish them all the best. Well, cinema, always a beginning of somebody's life and so many people's life. അതുപോലെ ഇതും വലിയൊരു സംരംഭമായി വലിയൊരു സക്സസിലേക്ക് മാറട്ടെ. ആഷിൽ നിന്ന് അതുപോലെ തന്നെ പ്രൊഡ്യൂസർ സെറീനയ്ക്ക് പ്ലസ് മൈ ഫ്രണ്ട് ആൻഡ് ഓൾഡ് ഫ്രണ്ട് ശ്രീകാന്ത്, where is he? Yeah, done. We did a film about 20 years back. He was the hero and I was just, helping them out for the commando action. Later on, after I became a director, you never came to me. That's a problem. Because you remain in Tamil Nadu, I remain in Kerala. That is what happened. Anyway, I'm measuring into that chair and we'll catch up soon. You're my son right now. Anyway, God bless you all and all the artists who are participating in this film. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നല്ലത് തന്നെ വരട്ടെ. എപ്പോഴും അത് തന്നെയാണ് പ്രാർത്ഥിക്കാനുള്ളൂ. Be positive and keep a smile on your face and go ahead, rock on. All the best. God bless. ആഷിം മരിക്കാറെ ഞാൻ പരിചയപ്പെടുന്നത് മമ്മൂക്കയിലൂടെയാണ്. അണ്ണൻ തമ്പി എന്ന് പറയുന്ന പടം നടക്കുമ്പോഴാണ് ആദ്യം കാണുന്നത്. ഷാഹുൽ മരിക്കാറിൻ്റെ എന്നെ അതിൽ എൻ്റെ ശരീരം വെക്കാൻ പോയതെന്നറിയില്ല. മമ്മൂക്കയുടെ കപിൽ ഗോകുൽ ചെയ്തപ്പോൾ അന്നാണ് ഞാൻ പരിചയപ്പെട്ടത്. ആഷിം മരിക്കാറിന് അന്ന് കൊടുത്തതാണ്. അതിനുശേഷം അത് മറ്റൊരു സിനിമ ചെയ്തിരുന്നു, പക്ഷെ അതിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നില്ല. ഇതിൽ ഈ ഒരു പൂജയ്ക്ക് പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ശ്രീകാന്ത് പിന്നെ we have done a movie before, you were the villain in that movie, hero. Deevan, late Deevan, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഞാൻ പൃഥ്വിരാജ് എന്നൊരു ഹീറോ, ഞാൻ പൃഥ്വിരാജിൻ്റെ ഗ്രൂപ്പിലായിരുന്നു. he was opposite to us. അപ്പോൾ എന്തായാലും ഇതിൽ ഹീറോ ആയിട്ട് വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ബാക്ക് അഗെയിൻ, വെൽക്കം ടു കേരള. വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. ഇൻഷാല്ലാ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വളരെ ബഹുമാനത്തോടുകൂടിയാണ് പാഷാണം ചേട്ടൻ എന്ന് വിളിച്ചത്. ഈ പാഷാണത്തിൻ്റെ മീനിങ് എന്താണെന്ന് കറക്റ്റ് അറിയില്ലെന്ന് തോന്നുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം. ഇന്ന് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത് വളരെ നിറഞ്ഞ മനസ്സോടുകൂടിയാണ്. ഞങ്ങൾ ആഷിം മരിക്കാരൻ ഞങ്ങളോട് ഒത്തിരി പ്രാവശ്യം സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, സിനിമാ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷെ അതെല്ലാം പറയുമ്പോഴും ഇങ്ങനെ ഒരു വേദി അന്നും ഇന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നതാണ്. അതിന് ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ പ്രാർത്ഥനയും എപ്പോഴും കൂടെ ഉണ്ടാവും. ഈ പുതുതായി തുടങ്ങുന്ന ഈ പ്രൊജക്റ്റ് വൻ വിജയമായി തന്നെ സർവേച്ചു പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഈ പറഞ്ഞ മരക്കാരനാണെങ്കിലും ഡോക്ടറാണെങ്കിലും ഇത് സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെ ഒരു ടെൻഷനുമില്ലാതെ വളരെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഉദ്ദേശിച്ച സമയത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ കഴിയട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ആശംസകളും. മരക്കാരൻ ഞങ്ങളിവിടെ ഭയങ്കര ക്രിക്കറ്റ് കളിക്കാരനാണ്, നല്ല ബൗളറാണ്, നല്ല ബാറ്റ്സ്മാനാണ്. ഇപ്പോൾ അതിലുപരി നല്ലൊരു ഡയറക്ടറാണെന്ന് തെളിയിക്കാനും അല്ലെങ്കിൽ നല്ലൊരു പടം ചെയ്യാൻ അറിയാം എന്ന് തെളിയിക്കാനും കൂടിയാണ് ഇന്ന് ഈ ഒരു സിനിമയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു അസോസിയേഷൻ CCF എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. ആ സംഘടന ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടും മരക്കാരുടെ ഒപ്പം ഉണ്ടാവും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പടം ഗംഭീരമാവട്ടെ, വലിയ വിജയമായി തീർച്ചയായും സർവേഷൻ പറയുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much. Hi everybody. I know Hashim only through cricket. We played together. He told me about a story few months back, and I never knew that this would take off ever. But since it has come in, I'm very happy, very proud of you. Do well. All these people will be giving you blessings, including me. And Major is there, so nothing to worry. Thanks everybody. Thank you. ബാദുക പറഞ്ഞതുപോലെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമകൾ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ സിനിമയുടെ ആഷൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പൂജ കർമ്മത്തിൽ നിൽക്കുന്ന വലിയ സന്തോഷം. ഞാനവിടെ നിന്ന് രവിയേട്ടൻ പറയുമ്പോൾ നമ്മൾ 2 ശ്രീകാന്ത് സിനിമയിലുണ്ട് എന്ന് പറഞ്ഞു. രവിയേട്ടൻ ഓൾഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ സംശയമായി. കാരണം ഓൾഡ് ഫ്രണ്ട് എന്ന് പറയുന്ന പ്രയോഗത്തിന് മറ്റു പല അർത്ഥങ്ങളുണ്ട്. ഞാൻ എല്ലാ കാലത്തെയും അനുജനും ഫ്രണ്ടുമായിട്ട് രവിയേട്ടൻ്റെ കൂട്ടത്തിലുള്ള ആളാണ്. ഞങ്ങൾ രണ്ടുപേരും പ്രിയദർശൻ സാറിൻ്റെ സ്കൂളിൽ നിന്ന്
എല്ലാ കാലത്തും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. കഴിഞ്ഞ 10-20 വർഷമായി. അപ്പോൾ എന്തായാലും ഈ ഒരു കൂട്ടായ്മ ധാരാളം സിനിമകൾ, കണ്ടന്റുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിനിമകൾ ഓടുന്ന ഈ കാലത്ത്, ആ കൂടെ തന്നെ മറ്റു ഭാഷകളിലെ വലിയ ഈ സിനിമയും അങ്ങനെ പുതിയൊരു കാര്യം പറയാൻ, പല ഭാഷകളിൽ നമ്മുടെ സിനിമ പറയാൻ കിട്ടുന്ന ഒരു അവസരം, അത് ഏറ്റവും ഭംഗിയായി ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉപയോഗപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ മലയാള സിനിമയ്ക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ സിനിമാ ലോകത്തിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും ഭംഗിയായി ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ബാധക ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. ഹാഷിം ഖാൻ ഇതുപോലെ ഞങ്ങൾ ക്രിക്കറ്റ് CCF എന്ന അസോസിയേഷൻ ഉണ്ട്. നല്ല ബോളറാണ്. ബോൾ ചെയ്യാൻ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിക്കെങ്കിലും അത്യാവശ്യം എന്താ പറയുക, നല്ല മനസ്സിൻ്റെ ഉടമയൊക്കെയാണ്. അപ്പം ഈ ഒരു സിനിമയിലേക്ക് ക്ഷണിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ സിനിമ വൻ വിജയമായി മാറട്ടെ, എല്ലാ പ്രേക്ഷകരും ഇത് ഹൃദയത്തിൽ ഏറ്റെടുക്കട്ടെ. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഒരു നല്ലൊരു സായാഹ്നം എല്ലാവർക്കും നേരുന്നു. വളരെ പെട്ടെന്നായിരുന്നു ഹാഷിം ഈ ഒരു പൂജ സെറിമണി പ്ലാൻ ചെയ്തത്. കാരണം 2 ദിവസം മുമ്പ് മാത്രം. അതുകൊണ്ട് പലരെയും ഇൻവൈറ്റ് ചെയ്യാനുള്ള, ഒരുപാട് പേരെയും ഇൻവൈറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ പലർക്കും വരാൻ കഴിയാതെ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇന്ന് ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം. മലയാള സിനിമ ഒരുപാട് പ്രതിസന്ധികളിലൂടെ തരണം ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഈ സാഹചര്യമാണ്. ഇപ്പോൾ കുറച്ച് സിനിമകൾ വളരെ നന്നായി തിയേറ്ററിൽ ഓടുന്നു. ഈ ഒരു സമയത്ത് തന്നെ ഹാഷിമ് നല്ലൊരു പ്രോജക്റ്റുമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഹാഷിമിനും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും, ബാക്ക് ടു ബാക്ക് മരക്കാർ ആർട്സ് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകൾ നേരുന്നു. ഈ ഒരു ദിനം പൂജയോടൊപ്പം തന്നെ ഇതിൻ്റെ 25th 15 അതുപോലെ തന്നെ 100ാം ദിവസം ആഘോഷിക്കാനുള്ള ഒരു അവസരം ദൈവാനുഗ്രഹത്തോടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക്സ് ലോട്ട്. A very good evening to all of you. ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഹാഷിം സാറായിട്ട് നല്ലൊരു ഇൻറ്ററാക്ഷൻ വന്നു. അതേപോലെ തന്നെ സ്മൈൽ കൊണ്ട് നമ്മളെ സ്മൈലിൽ വീഴ്ത്തുന്ന നമ്മുടെ ഡോക്ടർ സെറീനെ എനിക്ക് ബിഗ് ബോസിന് ശേഷം അറിയാം. ഞാൻ പുള്ളിക്കാരുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. സോ when 2 good people come together, a lot of good things happen. So may all the good things happen. I've been very fortunate. ഇത്രയും ഒരു ഷോർട്ട് സ്പാനിൽ ബാദുക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. മേജർ സാറിനെ അറിയാം, ഇരിക്കുന്ന 2 വ്യക്തികളെ വളരെ നന്നായിട്ട് അറിയാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾ എ ബ്ലെസ്സിങ് ടു കം അണ്ടർ വൺ റൂഫ് ഇൻ വൺ ഫെറ്റേണിറ്റി. അതിൻ്റെ വലിയ ഭാഗമൊന്നും ഞാൻ ആയിട്ടില്ല. ബട്ട് ദ സ്മോൾ സ്റ്റെപ്സ് ഐ മേക്ക്, ഐ എം റിയലി എൻജോയിങ് ഇറ്റ്. ആൻഡ് ടു സീ ശ്രീകാന്ത് മുല്ലച്ചാട്ടൻ ആൻഡ് ആക്ടർ ശ്രീകാന്ത് who has been an enormous part of the Tamil industry. அவங்க படம் பார்த்து ரொம்ப ரசிச்சவங்க நாங்கள். ஸோ எல்லாரும் நல்ல ஒரு கைத்தட்டல் கொடுங்க ஸ்ரீகாந்த், ஹீரோ ஸ்ரீகாந்துக்கு. And of course all the best to all the contributing factors of this movie. May God bless and may it hit all the success that a film deserves. Thank you. വന്നപ്പോൾ തന്നെ പറഞ്ഞത്, എനിക്ക് ഹിന്ദിയിലും തെലുങ്കിലുമാണ് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തമിഴ് പഠിക്കുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ സമയത്താണ് ഹാഷിം എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തമിഴും മലയാളം പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമയിലേക്ക് വന്നിരിക്കുന്നത്. அப்படி தானே? మీరు తెలుగులో చెప్పండి. తెలుగు నాకు అర్థమవుతుంది. తెలుగు మాట్లాడండి. తెలుగులో మాట్లాడు, లేకపోతే ఇంగ్లీష్లో మాట్లాడు. ఓకే ఫైన్. Good evening one and all. Hello, my name is Ankita Khara. Firstly, I would like to thank each and everybody who's been here at this event with us. It really means a lot. Thank you for spending your amazing time with us. It really means a lot. And next, I would love to thank Hashim sir for giving me this wonderful opportunity and casting me as a leading lady in his project. I'm really excited and looking forward to have such a wonderful journey with all the amazing and wonderful artists and to learn so much from them. Thank you so much. Thank you. Are you guys okay with Hindi song? Okay. Do you guys like old songs? Yeah? Okay, so I'm gonna sing one of my favorite songs. हम राज हम ख्याल तो हो, हम नजर बन
बनो, तय होगा जिंदगी का सफर, हम सफर बनो, हम राज हम ख्याल तो हो, हम नजर बनो, तय होगा जिंदगी का सफर, हम सफर बनो, आहा आहा चाहत की उजली उजली नजारों में ले चलूं, दिल झूम जाए ऐसे बहारों में ले चलूं, आओ हुजूर तुमको सितारों में ले चलूं, दिल झूम जाए ऐसे बहारों में ले चलूं, आओ हुजूर आओ. Thank you. என்னுடைய இனிய மாலை வணக்கம். அண்ட் முக்கியமாக இங்கே கலைத்துறையிலேருந்து வந்திருக்கிற எனக்கு ஒரு வழிகாட்டி வந்திருக்கு. I don't know if most of you understand Tamil, because I believe all Malayalis understand Tamil, they can speak Tamil. It's just that we Tamilians still haven't picked up the knack of speaking Malayalam. And I take the pride of having acted with almost all the Malayalam artists. Right from my first school, it has all been Malayalam artists. And like having spoken about the person, I still can't forget those days. Have you ever seen somebody have the gun pointed at you? I'm talking about, right now somebody was there, I think Balwin is right back. I don't know how you got away. It's only you can get away. We were doing the rock climbing, and this gentleman out there says, don't come down. Go up, and it's pouring. Cats and dogs. You know, the kind of training which was given. See, that is the kind of commitment he gave towards the craft. He's taken up a task, and he would give us all 100% to it. Major Ravi sir, thank you so much for coming. And it's an honor being with you again. Like, time flies. I think we know each other for now 20 years. Yeah, 20 years. It's 22 years since my first film release, which was on Feb 22nd. இன்னைக்கு ரொம்ப சந்தோஷமாக இருக்குது. இங்கே வருகை தந்திருக்க அனைவருக்கும், எல்லா கலைஞர்களுக்கும் சரி, ஹிந்தியிலேருந்து வந்தாலும் சரி, இங்கே மலையாளம் இண்டஸ்ட்ரியும் சரி, நம்ம தமிழ்லேருந்து வந்தாலும் சரி, end of the day, cinema doesn't have any barrier like caste, religion and language. That's what cinema is all about. It actually bonds us together. One who's watching might be a Muslim, might be a Christian, might be a Hindu, but they're only coming to see good film, good art, celebrated. And once again we get that opportunity here. My wonderful friend, my son and daughter are celebrating his birthday today. I'm supposed to have a cake. I'm here. But one side, I'm happy that I'm coming into another successful aspect in somebody's prosperity and somebody's growth. And that's what is the healthy side of cinema. Cinema is reaching out to one another. நம்ம எல்லாரும் ஒன்று, தமிழ் மலையாளம் அண்ணன் தம்பி தான், அக்கா தங்கச்சி மாதிரி தான், அதே மாதிரி தான். அண்ட் இன்னைக்கு ரொம்ப சுருக்கமாக சொல்லணும் அப்படின்னா, இம்பேலன்ஸில் இருந்த ஹாஷிமுக்கு இப்போ பேக் டு பேலன்ஸ் ஆயிடுச்சு. ஸோ now you're back to balance. ஹஷிம் பாய், பேங்க் பேலன்ஸும் ஃபுல் பண்ணிடுங்க, ப்ரொடியூசரோட பேங்க் பேலன்ஸும் தூக்கிட்டு போங்க, அடிபொடியாக இருக்கணும், ஜெயிக்கணும். I really appreciate your commitment, your belief, you will achieve. தான் சொல்கிறேன்ல, தப்பு பண்ணுறவங்க எல்லாருமே ஜெயிப்போம் நம்புகிறாங்க, நல்லது பண்ணணும்னு நினைக்கிற நீங்கள் ஜெயிப்போம் ஏன் நம்ப கூடாது? இப்போ நம்பிட்டீங்க, ஜெயிப்பீங்க. And I'm happy to be part of this, and let's celebrate this journey in all the languages. I'm very passionate about cinema, and Malayalam is close to heart. I respect Malayalam industry a lot because the healthier side of art, what you call script writing, comes from here. And
No matter what, not just because I am in the Kerala soil and probably glorifying it and speaking. And I do Malayalam films only out of passion, not for anything else. To be very honest, let me explain to you. Now that's a Tamil film, so I get money there. See, I'm careful about it. I'm a poker player. It's not going to be financials. I knew I cannot get him with financials. So I told him, the day you want me, he said, I will ask you once for a favor, you should. And that's how I did Hero. There was once an opportunity for me to do a Malayalam film which went on to get some national award. I didn't do that film, no matter how much they convinced. Reason, national award பண்றதுக்கு வாங்கணும் அப்படின்னா உங்க சொந்த குரல் கொடுக்கணும். When I know I am not 100% perfect with the diction of the language, I am depriving of another artist of that opportunity, and I don't want to be a slimy person snatching somebody's. Neither am I going to succeed, neither letting somebody. So this is how it is. The day I learn completely, then I will. But yes, அடிக்கடி வாய்ப்பு கிடைக்கும்போது மலையாள படங்கள் பண்ணுறேன். கஷ்டப்பட்டு ராத்திரிலாம் உட்காந்து டயலாக்லாம் பார்த்துக்கிட்டு வந்து பேசுகிறேன். Recently I did one movie, I think it was Unlock, and after that Anandapuram Diaries. Anandapuram Diaries, at least I spoke in Tamil. Unlock was sing song. Champan Menon Jose, இந்த பக்கம் மம்தா மோகன்தாஸ். கேப் கொடுக்காம டயலாக் அடிக்கிறாங்க. அதில் சொல்ல வேண்டியதாக இருந்துச்சு. But it's an experience. Anyways, I don't want to take much of time. I'm very happy for you, Hashi. May Allah, Jesus, எங்கள் கடவுள் எல்லாரும் உங்களை bless பண்ணுறோம். Success. No looking back. Thank you. Good evening, everyone. What lovely audience and such talented people sitting in front of me. My dearest friend Hashim. We have a long commitment with each other. Hate and love. Congratulations to Dr. Hasina ji, right? Zarina ji, I'm so sorry. Zarina ji looks so Haseen, so I had to call her Hasina. And you danced also very well. I loved your dance because I came early. It is honor to stand on this stage and be part of this such a lovely project, which Hasim's dream project. Before it was titled something else, and before COVID, we have been committed for a project which is being postponing. But by the grace of God, by Almighty, and all the gods sitting here in our puja, we are taking off today. And I am 1000% sure, Hashi, that this day we will see a success story. We will write it, we will experience it, and we will live it. And everybody sitting over here, we will have some of the other acknowledgement or trophies with us to remember this film. Yet the title is not ready, but whatever it will be beautiful. Thank you very much for having me over here, and wish you all the best. Thank you. Well, hello everybody. Namaskaram. I have a lot of things to say, and I'm going to sum it up very soon. I started my career as a supermodel for Bahrain. I'm from the Middle East basically. I'm actually not an Indian though, but I try to blend into the Indian culture. I'm an Irani, born in Saudi, brought up in India, mixed culture, and at the end Tapco-fied into the South industry. I mastered 16 languages all over the world. None of them were the South Indian languages though. And coming to an industry where South Indian language is such an important aspect, I am learning Malayalam. Every single person is making me feel how important it is to learn Malayalam, because when they look at me and they're like, Malayaliano? And I'm like, no. And then in the English, Malayaliano, like that. So then I started learning basics of Malayalam and all. I got approached by Hashim, I think before COVID. We started talking before COVID.
That time I was more of into events. I professionally anchor events, and also he thought of me as a bold person to speak out, and we started our talks like that. And then he told me that he's looking forward to cast me into the project. I didn't know what I'm doing in the project. It's just that he told me to trust him, and I honestly trust him a lot. I wish Madikar Arts all the best for this thing. I love the way he arranged it. Within 24 hours, I think nobody said that, but I'm going to say you've done a fabulous job for a person arranging so many dignitaries within 24 hours. Love the effort. Thank you so much for giving all of us that importance. Thank you so much for making us feel so special and really nice. Thank you for the hospitality, Hashim. Dr. Zarina, what a lovely woman. Met her backstage, met her here. And thank you so much for believing in the film as well. I heard she's the producer as well. Producers हमारे इसमें माँ बाप होता है. So thank you so much for giving me an opportunity, giving an outsider an opportunity into your field. I hope I keep up with the expectations of the Malayalis and finally I become Adipol. So thank you so much everybody. All the best. Thank you. Thank you so much. அஸ்வின் வந்து நேற்று எனக்கு கால் பண்ணார், மாலதி படப்பூஜை இருக்கு வந்துடுங்க உடனே அப்படின்னு சொல்லிட்டு. ஸோ தட்ஸ் ஹவ் ஐ எம் ஹியர் டுடே. பட் ஆக்சுவலாக என்னோட படம் வந்து got released in December, named Miriamma. So as a director, producer and also scriptwriter and actor in that film as well, I know how difficult it is to arrange such an big event within 48 to 24 hours. So I was sitting there with Hashim yesterday and I was like literally seeing, and the பழைய ஃப்ளாஷ்பேக்னா என் கண்ணு முன்னாடி வந்துட்டு போயிட்டு இருந்தது. டு ஆர்கனைஸ் ஆடியோ லான்ச்சாக இருக்கட்டும், இல்லை இந்த மாதிரி ஈவெண்ட்டாக இருக்கட்டும், he was like so stressed up, calling everyone, organizing things. So ആക്ച്വലി ഞാനത് പറയേണ്ടത് എനിക്കറിയില്ല. ഞാൻ ഈ പ്രോജക്റ്റിൽ ആക്ച്വലി 2 ദിവസം മുമ്പാണ് ജോയിൻ ചെയ്തത്. ഹാഷിം സാർ ഞാൻ തമ്മിൽ 1 month ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഫോണിൽ കൂടെ മാത്രം എൻ്റെ കുറച്ച് ക്ലിക്സ് ഒക്കെ കണ്ടു. ഞാൻ